അച്ഛാ അച്ഛാ തട്ടണ്ട. ആ വാതിൽ തുറക്കാൻ പറ്റില്ല. അതെന്താ? നിങ്ങളുടെ പൊന്നാര ഭാര്യയില്ലേ, അവര് വാതിൽ ലോക്ക് ചെയ്ത് താക്കോലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പറ്റുമെങ്കിൽ ആ താക്കോലൊന്ന് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അകത്തും പുറത്തുമായിട്ടിരിക്കാം. അവളെന്തിനാ അങ്ങനെ ചെയ്തത്? മട്ടല്ലേ? ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. ആർക്കടി വട്ട്? ആർക്കടി വട്ട്? ആർക്കടി വട്ട്? എനിക്കാണടി. എനിക്കാണടി വട്ട്. കൊല്ലുവടി. ആർക്കടി വട്ട്? എനിക്കാണോടി വട്ട്? ഞാൻ ഇന്ന് മര്യാദ പഠിപ്പിക്കാൻ നോക്കട്ടെ. ആർക്കടി വട്ട്? എന്താ നോക്കിക്കൊണ്ടിരിക്കുവാ? ആ ചെടിച്ചട്ടിയുടെ അവിടെ താക്കോൽ കിടപ്പുണ്ട്, പോയി എടുക്ക. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി. നിനക്ക് ഈ അഹങ്കാരം കൂടുതലാണ്. നിനക്ക് എനിക്ക് വട്ടല്ലേടി? എപ്പോഴും പറയുന്ന കേക്കാലോ, ഞാന്താന്ന്. ഇവിടെ വാടി, ഇവിടെ വാടി. മര്യാദ പഠിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ഇറക്കി വിടും. ഇടി നിന്നെ ഞാൻ ഇന്ന് എന്താ പ്രേമ ഇത്? എന്താ പ്രേമ ഇത്? മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഉറപ്പിക്കും. പ്രേമേ, ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ കള്ളന്മാര് വരും, എന്നിട്ട് പിന്നീന്ന് തലക്കടിച്ച് വീഴ്ത്തും. സ്വർണങ്ങള് മുഴുവനും എടുത്തോണ്ട് പോകുന്നേ. വേണ്ടിയിരിക്കുന്നു പെരുങ്കള്ളി. എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനിനി മിണ്ടില്ല. തല്ലുള്ള എനിക്കിത് വയ്യ. അടങ്ങി ഒതുങ്ങി ഇരുന്നാലും നിനക്കും കൊള്ളാം. എന്താ ഇവളിങ്ങനെ പെരുമാറുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അതിന്റെ പേടി ഉള്ളി കിടപ്പുണ്ട്. അത് ചികിത്സിക്കാതെ മാറുമോ? അതുകൊണ്ടാ കൊള്ളാവുന്ന എവിടെയെങ്കിലും കൊണ്ടേ കാണിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും എന്നെ സംശയം. ഇന്ന് വിഷ്ണു ഇറങ്ങുക, അടുത്തന്നെ എന്റെ ഡിവോഴ്സ് നടക്കും. അത് കിട്ടിയ ഞാൻ എന്റെ പാട്ടിന് പോവും. പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരിക്കും. എന്താവോ ചായക്കും? ഞാനിനി നല്ലതിനും വരുന്നില്ല, ചീത്തയ്ക്കും വരുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. പറയുന്നത് ചന്ദ്രയാണെന്ന് കരുതി തള്ളിക്കളയൊന്നും വേണ്ട. പ്രേമയുടെ ഉള്ളിലെ പേടിയും അക്രമവാസനയും ഇല്ലാതാക്കണം. അതിന് നല്ല ഏതെങ്കിലും ഡോക്ടറുടെ സഹായം തേടുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളെയും കൂടെ വരട്ടെ അച്ഛൻ, എന്നിട്ട് തീരുമാനിക്കാം. നല്ല ചായ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അമ്മയുടെ ചായ കുടിക്കാൻ. വന്നോട്ടെ? വന്നോ. വരുമ്പോ അക്ഷരയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം. അതെന്തിനാ? ഞാൻ ഒറ്റയ്ക്ക് വന്ന എന്താ കുഴപ്പം? അത് കുഴപ്പമുണ്ടായിട്ടല്ല, അവളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു സന്തോഷാവും. മാലിനി വരാനൊന്നും പോകുന്നില്ലമ്മേ, അത് വെറുതെ പറഞ്ഞാല്. മാലിനിയോ? അപ്പോ മാലു പോയോ? അതാരാ മാലു? എന്നെ നിരഞ്ജൻ അങ്ങനെയാ വിളിക്കുന്നത്. എനിക്കും അതാ ഇഷ്ടം. അങ്ങനെ വിളിക്കുമ്പോ ഒരു പ്രത്യേക അടുപ്പം തോന്നാറുണ്ട് എനിക്ക്. പണ്ടത്തെ ക്യാമ്പസ് ദിവസങ്ങൾ ഓർമ്മ വരും. ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഓർമ്മകൾ മാത്രല്ലേ ഉള്ളൂ അമ്മേ കൂട്ട്. മാലിനിക്കൊരു കല്യാണം കഴിക്കാലോ, അതിനൊരു തടസ്സവും ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടണ്ടേ അമ്മേ? ആരെങ്കിലും കയറിയങ്ങ് കെട്ടാൻ പറ്റോ? എല്ലാം തികഞ്ഞ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ വേണമെന്ന് എനിക്കില്ല. അങ്ങോട്ട് കയറി ഇഷ്ടപ്പെടാൻ തോന്നണം, അങ്ങനെ ഒരാൾ വേണം. അറിയില്ല, ചിലപ്പോ ഭാവിയിലെ വരുമായിരിക്കും. എന്നാ നമുക്കിറങ്ങാം.
പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെന്താ നിരഞ്ജൻ, ഓർത്തു വെക്കാൻ പാകത്തില് അമ്മ പറഞ്ഞത്? അത് ഞാൻ പോകുമ്പോ പറഞ്ഞുതരാം. വരട്ടെ അമ്മേ. നമ്മൾ ഇനിയും കാണും അമ്മേ, നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ശരി. എന്നെയും കൊണ്ട് മേലാൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞു കാണും അല്ലേ? ഏയ് ഒരിക്കലും ഇല്ല. എന്തിനാ നിരഞ്ജൻ ഇങ്ങനെ നുണ പറയുന്നത്? ആ അമ്മയുടെ മുഖം കണ്ടാൽ അറിയാലോ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന്. ആ അമ്മയെ കുറ്റം പറയാനും പറ്റില്ല. മകന്റെ കുടുംബജീവിതം തകർക്കാൻ വന്ന യക്ഷി, അതാണല്ലോ ഇപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ. എനിക്കറിയാലോ അങ്ങനെയല്ലെന്ന്. അതുപോരെ മാലു. എനിക്കത് മതി. പക്ഷേ നിരഞ്ജന്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് പോരാ. സമ്മർദ്ദം ഓരോ ദിവസം കഴിയുന്തോറും മുറുകി മുറുകി വരും. അതിനെ എങ്ങനെ അതിജീവിക്കും? അതനുസരിച്ചിരിക്കും നമ്മുടെ ബന്ധത്തിന്റെ ഭാവി. ആരാ? ഞാനാ ശരത്ത്. അല്ല, ശരത്തെന്താ ഇവിടെ? ചന്ദ്രനെ കാണാനാ. അല്ല, ചന്ദ്രയുടെ ആരാ? ഫ്രണ്ടാ. അല്ല, ഞാൻ പറയുന്നത് നീ ഒരു കള്ളനാണെന്ന്. അത് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടടാ. അയ്യോ, ഞാൻ കള്ളനൊന്നും അല്ല, ഞാനൊരു പാവം. ആണോ? ഓ അയ്യോ, സോറി കേട്ടോ, എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ആ എന്നാ കേറിക്കോ, ചന്ദ്ര അകത്തുണ്ട്. വാ മോനെ.